സന്തോഷത്തിലാണെന്ന് എനിക്കറിയാം. നമ്മളെല്ലാരും സ്കൂളൊക്കെ തുടങ്ങിയല്ലേ, അതിന്റെ സന്തോഷം ഉണ്ടോ എല്ലാവർക്കും? എനിക്കത് മനസ്സിലായി അല്ലേ അങ്കിൾ? അതെ അതെ, ഇന്ന് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമുക്ക് എല്ലാവർക്കും സ്കൂൾ ആരംഭിച്ചു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പഠനമൊക്കെ ആരംഭിച്ചു. ചില കൂട്ടുകാർ നേരത്തെ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ വർഷം വളരെ വ്യത്യസ്തമായി നമ്മൾ സ്കൂളുകളിലൊന്നും പോകാതെ തന്നെ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത് അല്ലേ? വീടുകളിലിരുന്നാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പഠനം ആരംഭിച്ചു കഴിഞ്ഞു. ചില കൂട്ടുകാർക്ക് ഇന്ന് രാവിലെ ചില സെഷൻസ് ഉണ്ടായിരുന്നു. അതെ, എറിക്കിനുണ്ടായിരുന്നു. എൻ്റെ മോനാണ് എറിക്ക്. അവന് ഇന്ന് രാവിലെ ഒരു സെഷൻ ഉണ്ടായിരുന്നു. വാട്സപ്പ് വഴിയായിരുന്നു. ടീച്ചേഴ്സുമായി സംസാരിച്ചു. അവരുമായിട്ട് നമ്മൾ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. വളരെ രസകരമായിട്ടുള്ളൊരു സെഷൻ ആയിരുന്നു. നന്നായി ആളുകളെല്ലാം സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചില പേരൻസിനൊക്കെ എങ്ങനെ ഇത് മുമ്പോട്ട് പോകും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുമ്പോട്ട് സക്സസ് ആയി നടക്കുക, കുട്ടികൾ എങ്ങനെ പഠിക്കും, ഓൺലൈനിൽ എങ്ങനെ ഇത് ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ കഴിയും എന്ന് പേരൻസ് എല്ലാം വളരെ ടെൻഷനിലായിരുന്നു. അതെ, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്ലാൻ ചെയ്തത്. കാര്യം ഇന്ന് പേരൻസ് എല്ലാം വളരെ ടെൻഷനോടുകൂടി ടീച്ചേഴ്സിനോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഇതിൻ്റെ പോസിബിലിറ്റി എത്രമാത്രമുണ്ട്, എങ്ങനെ ഓൺലൈനിൽ മനോഹരമായി ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, കുട്ടികൾക്ക് അത് ഏറ്റവും പ്രയോജനകരമാക്കാം എന്ന ഒരു ആശയത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക, പേരൻസിനെ കൊണ്ടുവരിക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്നത്. അല്ലേ, റോണി റെഡിയാണ്. ഒരുപാട് ടിപ്സ് ഞങ്ങൾക്ക് തരാനുണ്ട്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 7 ടിപ്സ് ആണ്. 7 വളരെ ശ്രദ്ധേയമായ, വളരെ യൂസ്ഫുൾ ആയ ചില ടിപ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇന്ന് നിങ്ങളോട് ഈ ടിപ്സ് പറയാൻ നിങ്ങളോടൊപ്പം ഒരു കൂട്ടുകാരൻ ജോയിൻ ചെയ്യുന്നു. യെസ്, പറഞ്ഞോളൂ. എന്റെ പേര് പറഞ്ഞോളൂ. എന്റെ പേര് റാണി. യെസ്, ഇവന്റെ പേര് റോണി എന്നാണ്. റോണിയാണ് ഇന്ന് ഈ ടിപ്സ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. യെസ്, കുട്ടികളെല്ലാവരും റെഡിയാണ് അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? യെസ്, എല്ലാ കൂട്ടുകാരും റെഡിയാണ്. എനിക്ക് തോന്നുന്നു പേരൻസ് ഓൾസോ റെഡി ടു ഹിയർ ഫ്രം us അല്ലേ? ഞങ്ങളിൽ നിന്നും കേൾക്കാൻ നിങ്ങൾ എല്ലാ പേരൻസും റെഡിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, ടിപ്സ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. യെസ്, പോയിന്റ്സ് നമ്പർ 1 പറഞ്ഞോളൂ റോണി. ആദ്യത്തെ പോയിന്റ് വളരെ ശ്രദ്ധേയമായ പോയിന്റ്. ശ്രദ്ധിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറിച്ചെടുക്കാം അല്ലെങ്കിൽ നോട്ട് ചെയ്യാം, മറക്കാതിരിക്കാൻ. ഓക്കെ? യെസ്. Point number 1, set a major goal. യെസ്, സെറ്റ് എ മേജർ ഗോൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന് മുതൽ ആരംഭിക്കുന്ന നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ, ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന ലെസൺസ്, ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ സ്കൂളിൽ പോയല്ല പഠിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, ഒരു എയിം സെറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ എയിം? ഒരുപക്ഷെ നിങ്ങൾ 6ലായിരിക്കാം, 7ത്തിലായിരിക്കാം, 8ത്തിലായിരിക്കാം, 12ത്തിലായിരിക്കാം, ഏത് ക്ലാസ്സിലുമായിരിക്കാം. നിങ്ങൾക്ക് ഒരു എയിം ഉണ്ടാവണം. എനിക്ക് ഈ വർഷം നന്നായി സ്കോർ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു അംബിഷൻ ഉണ്ടാവും. മേ ബി ഒരു ഡോക്ടർ ആവാം, ഒരു എഞ്ചിനീയർ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾക്കൊരു എയിം ഉണ്ടാവും. ആ എയിം നിങ്ങൾ സെറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിൽ അത് നോട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് അത് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ എയിം, നിങ്ങളുടെ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യുക അല്ലേ? യെസ്, സെറ്റ് എ മേജർ ഗോൾ. പോയിന്റ് നമ്പർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ വർഷം, സ്കൂൾ വർഷം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഫസ്റ്റ് ടിപ്പ് എന്താണ്? Set a major goal. Set a major goal. Point number 2 പറഞ്ഞോളൂ റോണി. സെക്കൻഡ് പോയിന്റ്. നമ്മുടെ സെക്കൻഡ് ടിപ്പിലേക്ക് പോകാം. വളരെ മനോഹരമായ ടിപ്പ് അല്ലേ? Treat study like a job. Yes, treat study like a job. ഒരു ജോബ് പോലെ സ്റ്റഡിയെ ട്രീറ്റ് ചെയ്യുക. നിങ്ങളുടെ പഠനത്തെ ഒരു ജോബ് പോലെ ട്രീറ്റ് ചെയ്യുക. എന്താ ജോബിൻ്റെ പ്രത്യേകത? ജോബിൻ്റെ പ്രത്യേകത, ഒരു ജോബ് ചെയ്യുമ്പോൾ ഓരോ ജോബിനും, ഓരോ വർക്കിനും അതിൻ്റേതായിട്ടുള്ള സ്വഭാവമുണ്ട്, ഒരു റിസൾട്ട് ഉണ്ട്. അതിന് നമുക്ക് തരാൻ കഴിയുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റഡി ടൈമിനെ
ഒരു ജോബായി സെറ്റ് ചെയ്യുക, ഒരു വർക്കായി സെറ്റ് ചെയ്യുക. പോയിന്റ് നമ്പർ 2, Treat study like a job. യെസ്, ഒരു ജോബായി സെറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്റ്റഡിയെ, നിങ്ങളുടെ സ്റ്റഡി ടൈമിനെ ഒരു ജോബായി, ഒരു വർക്കായി സെറ്റ് ചെയ്യുക. പോയിന്റ് നമ്പർ 3യിലേക്ക് നമുക്ക് പോകാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. റോണി പറഞ്ഞോളൂ, പോയിന്റ് നമ്പർ 3. Make a study plan. യെസ്, മേക്ക് എ സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സ് നിങ്ങളെ കാണുന്നില്ല, നിങ്ങളുടെ പേരൻസ് ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവും. കൂട്ടുകാർ കാണുന്നില്ല. യെസ്, കൂട്ടുകാർ നിങ്ങളെ കാണുന്നില്ല, ആരും നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ മാത്രമാണ് വീട്ടിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഫ്രൂട്ട്ഫുള്ളായി ഈ ടൈം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പഠിക്കാൻ ഓരോ സബ്ജക്റ്റിനും ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടാവും. ആ ടൈം ടേബിൾ ഏത് സമയം പഠിക്കും, എങ്ങനെയാണ് പഠിക്കുന്നത്, വായിക്കാനൊരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം, അസൈൻമെൻറ്റിനൊരു ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം, എഴുതാനുള്ള ടൈം നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ വളരെ ബ്യൂട്ടിഫുള്ളായി നിങ്ങൾ സെറ്റ് ചെയ്യുക. മേക്ക് എ സ്റ്റഡി പ്ലാൻ. പോയിന്റ് നമ്പർ 3. 4ാമത്തെ ടിപ്പിലേക്ക് നമ്മൾ പോകുന്നു, 4ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നു. റോണി പറഞ്ഞു കൊടുത്തോളൂ 4ാമത്തെ പോയിന്റ്. Manage time carefully. യെസ്, മാനേജ് ടൈം കെയർഫുള്ളി. നമ്മുടെ ടൈം വളരെ നന്നായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം, വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം സ്കൂളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ രാവിലെ 8 o'clock നിങ്ങൾ സ്കൂളിൽ എത്തുന്നതെങ്കിൽ 8 o'clock to 4 o'clock മേ ബി നിങ്ങൾക്കൊരു ടൈമുണ്ട്. ആ ടൈം ഓരോ ടൈമിലും നിങ്ങൾക്ക് ഇൻ്റർവെൽ ടൈം ബെൽ റിങ് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യും. വീട്ടിലാകുമ്പോൾ അതില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമിൽ മാത്രം നിങ്ങൾ ഓൺലൈനിലിരിക്കും, ബാക്കി ടൈം നിങ്ങൾ എന്ത് ചെയ്യും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഒരു ടൈം സെറ്റ് ചെയ്യണം. മാനേജ് ടൈം കെയർഫുള്ളി. നിങ്ങളുടെ ടൈം വളരെ കെയർഫുള്ളായി നിങ്ങൾ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പഠനത്തിൽ പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ടൈം നന്നായി മാനേജ് ചെയ്യുക, വളരെ കെയർഫുള്ളായി മാനേജ് ചെയ്യുക. Point number 5. യെസ്, പോയിന്റ് നമ്പർ 5. പോയിന്റ് നമ്പർ 5ലേക്ക് നമ്മൾ വരുന്നു. പോയിന്റ് നമ്പർ 5ൽ എന്താണ് കാണുന്നത്? ശ്രദ്ധയോടെ നമുക്ക് നോക്കാം. റോണി പറഞ്ഞോളൂ, പോയിന്റ് നമ്പർ 5. Find a quiet place. ഫൈൻഡ് എ ക്വയറ്റ് പ്ലേസ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങൾ വീട്ടിൽ പഠിക്കാനിരിക്കുന്നത്, നിങ്ങൾ ഓൺലൈനിൽ ഇരിക്കുന്നത്, ഒരു സ്പേസ് അതിനു വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കാര്യം, അതൊരു Quiet place ആയിരിക്കണം. യെസ്, ക്വയറ്റ് പ്ലേസ് ആയിരിക്കണം. കാരണം എന്തുവാണ്? പഠിക്കാനിരിക്കുമ്പോൾ, ക്ലാസ് കേൾക്കാനിരിക്കുമ്പോൾ, നിങ്ങൾ അസൈൻമെന്റ്സ് ചെയ്യാനിരിക്കുമ്പോൾ, വായിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയൊക്കെ ഡൈവേർട്ട് ചെയ്തു പോകും. നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും പോകും, ഇവിടോട്ട് പോകും, TV-യിലേക്ക് പോകും. അതുകൊണ്ട് വളരെ ക്വയറ്റായ, ശാന്തമായ സ്ഥലം നിങ്ങൾ സെലക്ട് ചെയ്യുക. ആ സ്ഥലത്ത് തന്നെ എന്നും ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോയിരിക്കാതെ പഠിക്കാനായി ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി ഒരു സ്പേസ്, ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് സെലക്ട് ചെയ്യുക. അല്ലേ റോണി? Yes. Point number 6. യെസ്, പോയിന്റ് നമ്പർ 6ലേക്കാണ് നമ്മൾ വരുന്നത്. 6ാമത്തെ ടിപ്പാണ്, 6ാമത്തെ പോയിന്റ് ആണ്. പോയിന്റ് നമ്പർ 6, ടിപ്പ് നമ്പർ 6. റോണി കൊടുത്തോളൂ, ടിപ്പ് നമ്പർ 6. Eliminate distractions. യെസ്, എലിമിനേറ്റ് യുവർ ഡിസ്ട്രാക്ഷൻസ്. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ എല്ലാം എലിമിനേറ്റ് ചെയ്യുക, പുറത്താക്കുക. അതൊരു പക്ഷേ TV ആകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളാവാം, ഗെയിംസ് ആകാം, മൊബൈൽ ഗെയിംസ് ആവാം, മറ്റു പല കാര്യങ്ങളും ആവാം. അതിലേക്ക് മുമ്പ് ഇനി ഞങ്ങൾ അടുത്ത പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, നിങ്ങളുടെ ശ്രദ്ധയെ കളയുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെ പുറത്താക്കുക, അതിനെ എലിമിനേറ്റ് ചെയ്യുക. എലിമിനേറ്റ് യുവർ ഡിസ്ട്രാക്ഷൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോയിന്റ് നമ്പർ എത്രയാണ്? പോയിന്റ് നമ്പർ 6 ആണ് നമ്മൾ കേട്ടത്, അല്ലേ? യെസ്, പോയിന്റ് നമ്പർ 7ലേക്കാണ് വരുന്നത്. റോണി പറഞ്ഞോളൂ, പോയിന്റ് നമ്പർ 7. Are you ready? യെസ്, എല്ലാവരും റെഡിയാണ് കേൾക്കാൻ. കൂട്ടുകാരെല്ലാവരും ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പോയിന്റ് നമ്പർ 1 and 2 3 4 5 6 വരെ അവർ ശ്രദ്ധയോടെ കേട്ടു. ഇനി ലാസ്റ്റ് വൺ ശ്രദ്ധിച്ചു കേൾക്കാൻ അവർ കാത്തിരിക്കുകയാണ്. എങ്കിൽ ഞാൻ പറയട്ടെ അങ്കിൾ? യെസ്, പറഞ്ഞോളൂ. Limit social medias. യെസ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് എല്ലാം നിങ്ങൾ ലിമിറ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഫോണാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ വാട്സപ്പിലേക്ക്
നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന വാട്സപ്പ് മെസ്സേജുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഫേസ്ബുക്കിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇൻസ്റ്റഗ്രാമിലേക്ക് ഒന്ന് കയറാൻ നോക്കാനുള്ള ആഗ്രഹം വരും. ഇതൊന്നുമല്ലെങ്കിൽ, ഒന്നും നിങ്ങൾക്കില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഗെയിമുകളിലേക്കൊക്കെ ഒന്ന് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും. സോ ലിമിറ്റ് യുവർ ഓൾ ദാറ്റ് മീഡിയാസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ലിമിറ്റ് ചെയ്യുക. കാരണം എന്തുവാണ്? അവർ എയിം ഈസ് സ്റ്റഡി. നമ്മുടെ എയിം എന്ന് പറയുന്ന പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കുക. അപ്പോൾ നമ്മൾ 7 കാര്യങ്ങളാണ് പറഞ്ഞത് അല്ലേ റോണി? നമുക്ക് നോക്കാം. പോയിന്റ് നമ്പർ 1, set a major goal. Yes, set a major goal. Point number 2, റോണി എന്തായിരുന്നു? Treat study like a job. Yes, treat study like a job. ഒരു ജോബിനെ പോലെ ട്രീറ്റ് ചെയ്യുക സ്റ്റഡിയെ അല്ലേ? പോയിന്റ് നമ്പർ 3 പറഞ്ഞോളൂ റോണി. Make a study plan. Yes, make a study plan. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക, സൂക്ഷിക്കുക. ഇനി പോയിന്റ് നമ്പർ 4 പറഞ്ഞോളൂ റോണി. പോയിന്റ് നമ്പർ 4, manage time carefully. യെസ്, നിങ്ങളുടെ ടൈം നന്നായി മാനേജ് ചെയ്യുക, വളരെ കെയർഫുൾ ആയി മാനേജ് ചെയ്യുക. പോയിന്റ് നമ്പർ 5 പറഞ്ഞോളൂ റോണി. പോയിന്റ് നമ്പർ 5, find a quiet place. യെസ്, ഒരു ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ഫൈൻഡ് ചെയ്യുക, സെലക്ട് ചെയ്യുക. അത് എന്നും ആ പ്ലേസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, പോയിന്റ് നമ്പർ 6ലേക്ക് പോകുന്നു റോണി. കൊടുത്തോളൂ പോയിന്റ് നമ്പർ 6. Eliminate your distractions. എലിമിനേറ്റ് ചെയ്യുക. ഓൾ അവർ ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. പോയിന്റ് നമ്പർ 7 ആൻഡ് ലാസ്റ്റ് ടിപ്പ് എന്താണ് റോണി? പറഞ്ഞോളൂ വേഗം. Limit all your social medias. യെസ്, ലിമിറ്റ് ഓൾ യുവർ സോഷ്യൽ മീഡിയാസ്. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയാസും എല്ലാ ഗെയിം പോയിന്റുകളും നമ്മൾ സ്കിപ്പ് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. കാരണം ഈ വർഷം നമ്മൾ ഓൺലൈനായി തുടങ്ങുന്ന നമ്മളുടെ പഠനയജ്ഞം നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയി മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ എല്ലാ പേരൻസിനോടും. എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം? ഇത് വളരെ ഫ്രൂട്ട്ഫുള്ളായി ഉപയോഗിച്ചാൽ ഇത്രയും നല്ല ഒരു പ്ലാറ്റ്ഫോം വേറെയില്ല. കാരണം എന്താണ് കുട്ടികൾ പഠിക്കുന്നത്, എന്താണ് അവർ മനസ്സിലാക്കുന്നത്, ടീച്ചേഴ്സ് എന്താണ് അവർക്ക് കൊടുക്കുന്നത് എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാൻ കഴിയുന്ന ഒരേ ഒരു പ്ലാറ്റ്ഫോമാണിത്. അത് ഏറ്റവും നന്നായി യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി യൂസ് ചെയ്യുക. ഇനിയും ഒരുപാട് ടിപ്സുകളുമായി ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾ ആരും മറക്കരുത്, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുട്ടികൾക്ക് വളരെ പ്രയോജനകരങ്ങളായ ഒരുപാട് ടിപ്സുകളുമായി ഞങ്ങൾ വീണ്ടും വരും. റോണി, എല്ലാവർക്കും ഒരു ബൈ കൊടുക്കുക. Hi, യെസ്, ബൈ.